ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുതിർന്നല്ല നല്ലതുപോലെ മാവെല്ലാം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് അരച്ച് വരുന്ന ആ ഒരു ക്ലിപ്പൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ വേറൊന്നും തന്നെയല്ല, ഇവിടെ നമ്മളുടെ അളവെന്ന് പറയണത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. ഒരു ഗ്ലാസ് ഉഴുന്നിന് 2 ഗ്ലാസ് പച്ചരി. എത്ര ഗ്ലാസ് ആണോ ഉഴുന്നെടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും പച്ചരി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ തലേ ദിവസം വെള്ളത്തിലെല്ലാം കുതിർത്ത് പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ടും നമ്മുടെ അരി നല്ല തരിയായിട്ട് നമ്മൾ അരച്ചെടുത്തു. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലോട്ടേക്ക് നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കിന്ന് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയായിരുന്നു. നമ്മൾ ചില സമയത്ത് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചട്നിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 3 വിധത്തിൽ 3 ഷേപ്പിൽ നമ്മൾ പൊതുവേ ചെയ്യാറുണ്ട്. ഒന്ന് ഈ ഷേപ്പ്, പിന്നെ ഒന്ന് നമ്മൾ നമ്മുടെ ഗ്ലാസ്സിൽ മാവ് ഒഴിച്ച് ആ ഷേപ്പിൽ ഉണ്ടാക്കും. പിന്നെ പ്ലാവില ഉണ്ടല്ലോ, പ്ലാവിലയിൽ 4 പ്ലാവില എടുത്ത് അതിൻ്റെ ഓരോ കോർണറിലും നമ്മുടെ ഈർക്കിൽ നല്ലതുപോലെ ഉണക്കിയെടുത്ത് ആ ഈർക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്ലാസ് ഫോമിലാക്കി അതിൽ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ആ രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ആ പ്ലാവിലേൻ്റെ ഒരു മണവും കൂടി കിട്ടും ആ ഇഡ്ഡലിക്ക്. അപ്പോൾ മാവെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ടേക്ക് വെള്ളമെല്ലാം ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ടേക്ക് ഈ പാത്രം വെച്ച് കൊടുത്തു. ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം, എന്നാൽ മാത്രമേ നല്ലതുപോലെ വരുത്തുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും നമ്മൾ ചൂടോടെ നമ്മളത് എടുക്കൂലല്ലോ. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമ്മളത് ഇഡ്ഡലി പുറത്തോട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ ചട്നിയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചട്നി. ഓക്കെ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഗ്ലാസിൻ്റെ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇപ്പോൾ കാണിച്ചേക്കാം. ഒന്നും തന്നെ ഇല്ല, 4 ഗ്ലാസ് എടുത്തു, അത്രേ എടുത്തിട്ടുള്ളൂ. 4 അങ്ങനത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ. 4 ഗ്ലാസ് എടുത്തു. അതിലോട്ടേക്ക് വെളിച്ചെണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊതുവെ ചെയ്യുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുത്തു. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ടേക്ക് ആ കുക്കറിൻ്റെ ഇതിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലോട്ടേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് ആ പാത്രത്തിൻ്റെ മേലെ ഈ ഗ്ലാസ് 4 എണ്ണം വെച്ച് കൊടുത്തു. ഇനി പൊതുവെ ചെയ്യണ പോലെ ഒരു 3-4 മിനിറ്റ് വേവിക്കുക. ഓക്കെ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കുക. അതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമ്മൾ വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ആ ഷേപ്പിൽ വ്യത്യാസം വരുന്നതെന്ന് മാത്രം, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുഞ്ഞിക്കുട്ടികൾക്കെല്ലാം ഒക്കെ വേണമെച്ചാൽ ഇതിൽ വേറെ ഫ്ലേവേഴ്സ്, ബീട്രൂട്ടിൻ്റെയോ ക്യാരറ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഫ്ലേവേഴ്സ് കളർ കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നും, അവർ കഴിക്കും. അപ്പോൾ ഈ ഷേപ്പും കൂടി കാണുമ്പോൾ ഒന്നും കൂടി അവർക്ക് ഇഷ്ടം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഈ ഇഡ്ഡലിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതാണെങ്കിലും നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി വെക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചട്നിയാണ്. അപ്പോൾ ചട്നിക്ക് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു 3 വറ്റൽമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് 3 വറ്റൽമുളക് അതൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് മിക്സി ജാറിൽ നമ്മുടെ തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ 3 വറ്റൽമുളക്, നമ്മൾ ചൂടാക്കിയെടുത്ത വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളുടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമ്മുടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ അതേ ചട്ടിയിൽ നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലോട്ടേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കരിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ഡെയിലി നമ്മൾ എല്ലാത്തിലും ഇടുന്ന പോലെ കായപ്പൊടിയും കൂടി അതിലോട്ടേക്ക് ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ചട്നിയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സിമ്പിൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ചട്നീൻ്റെ റെസിപ്പി. അപ്പോൾ സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. ചട്നി റെസിപ്പി ആണെങ്കിലും ചെറിയൊരു വ്യത്യാസം വരാം. നമ്മൾ ഇതിലോട്ടേക്ക് കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്.
എത്ര പേര് കായപ്പൊടി ആഡ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മളെല്ലാത്തിലും ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കായപ്പൊടി നമ്മളെല്ലാത്തിലും ആഡ് ചെയ്യാറുണ്ട്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കായപ്പൊടി ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഇഡ്ഡലിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെച്ചാൽ പല ഫ്ലേവേഴ്സിലും വേണമെച്ചാൽ ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു, ബൈ ബൈ, ടേക്ക് കെയർ.